മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ ഭവനത്തിലേക്ക് രണ്ടാം പ്രാവശ്യമാണ് ഞാൻ കടന്നു വരുന്നത്. ഒത്തിരി ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു കടന്നുപോയ ഓരോ നിമിഷങ്ങളും. ഇവിടെ ഈ വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ഓരോ വ്യക്തികളെയും കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളെയും കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. അവരിലൂടെ കിട്ടിയ ദൈവാനുഭവങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തിന് ഒത്തിരിയേറെ പ്രയോജനപ്രദമാകുന്ന ഒന്നായിരുന്നു. കർത്താവിന് സാക്ഷികളാകുവാനായിട്ട് വിളിക്കപ്പെട്ട മക്കളായ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം തമ്പുരാന് വേണ്ടി ജീവിക്കണം, പ്രഘോഷിക്കണം, സാക്ഷ്യമായിട്ട് മാറണമെന്ന് കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചറിയാനായിട്ട് ഇവിടെ വന്ന ഓരോ മക്കളുടെയും കൂടെ ആയിരുന്ന നിമിഷം എനിക്ക് സാധ്യമാക്കി തന്നു. കാരണം അവരുടെയൊക്കെ തീഷ്ണത ജ്വലിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു പൗരോഹിതൻ എന്ന നിലയിൽ ഞാൻ ഇനിയും കൂടുതൽ തമ്പുരാന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കേണ്ട ഒരു ജീവിതമാണ് എന്നുള്ള തിരിച്ചറിവ്, കൂടുതൽ തമ്പുരാന് വേണ്ടി ആത്മാർത്ഥതയോടെ തമ്പുരാനെ പ്രഘോഷിക്കാനായിട്ട് എനിക്ക് വലിയ ഊർജ്ജമാണ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന ഓരോ നിമിഷവും എനിക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും ഈ ഭവനം അതിനൊരു നിമിത്തം മാത്രമായിരുന്നു. ഇനി എൻ്റെ ജീവിതം തമ്പുരാന് വേണ്ടി കൂടുതൽ തീഷ്ണതയോടെ പ്രവർത്തിക്കാനായിട്ട്, കൂടുതൽ ആത്മാക്കളെ തമ്പുരാന് വേണ്ടി നേടാനായിട്ട് എനിക്ക് ഇവിടെ ആയിരുന്ന ഓരോ നിമിഷവും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലായിരുന്ന ഒരു നിമിഷമായിരുന്നു. ഇവിടെ ആയിരുന്ന നിമിഷങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയോടുകൂടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് മക്കളുടെ കൂടെ ആയിരിക്കാനായിട്ട് ദൈവം തന്ന ഓരോ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കൂടുതൽ ആളുകൾ ഇനിയും ഈ മിശ്ര ഭവനിലേക്ക് കടന്നു വന്ന് ആ ദൈവസ്നേഹ അനുഭവത്തിൽ വളരാനായിട്ടും ആ ദൈവസ്നേഹ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടും ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ മേരി റാഫേൽ, സെയിൻറ്റ് അഗസ്റ്റിൻ കോൺവെൻറ്റിലെ സിസ്റ്ററാണ്. കൊരട്ടിയിൽ നിന്ന് വരുന്നു. 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള കെരിഗ്മ കോഴ്സിൽ പങ്കെടുക്കുകയുണ്ടായി. എനിക്ക് ഏറെ തിരിച്ചറിവുകൾ ഇതിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഏറെ എന്നെ ആകർഷിച്ചത് ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെയുള്ള ഒരു സമൂഹത്തെ ഇവിടെ കാണുവാനായിട്ട് സാധിച്ചു. എല്ലാവരും തുല്യ മനോഭാവത്തോടെ, അതായത് ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ, പ്രഘോഷകനെന്നോ ശ്രോതാവെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു കുടുംബാന്തരീക്ഷം എനിക്ക് ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശ്ലീഹന്മാരെ പോലെ തന്നെയാണ് എനിക്കും അവകാശമുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിച്ച എന്നിലും നിക്ഷിപ്തമാണ് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ കോഴ്സിലേക്ക് ഞാനും ക്ഷണിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒത്തിരിയേറെ തിരിച്ചറിവുകൾ, ബോധ്യങ്ങൾ ഈ കോഴ്സിലൂടെ നിങ്ങൾക്കും ലഭിക്കുമെന്ന് ഞാനും പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിസ്സിയോയിൽ വരാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ ഈശോയെ അറിഞ്ഞു, അനുഭവിച്ചു, ആ ഒരു തലത്തിൽ നിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പ്രഘോഷണം നമ്മുടെ എല്ലാ ഒരു ലക്ഷ്യമാണ്. ആ ഒരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രഘോഷണം പഠിക്കണം. ആ ഒരാഗ്രഹത്തോടെയാണ് ഇവിടോട്ട് കടന്നു വന്നത്. തീർച്ചയായിട്ടും സഭയുടെ ദൗത്യമായ പ്രഘോഷണം, സകല ആളുകളിലേക്കും സുവിശേഷം എത്തിക്കേണ്ടത് എങ്ങനെയാണെന്നും അത് ഏത് രീതിയിലാണെന്നും അതിന് അടിസ്ഥാനമായിട്ട് നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ ബൈബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ മനുഷ്യരോട്, അതായത് അത് ഏത് മതത്തിൽ, അതൊന്നും അല്ല വിഷയം, ഏത് മതത്തിലുള്ളവരായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരോടും സുവിശേഷം പറയണം എന്നുള്ള ആ ഒരു വിളി, അത് കുറേ നാളായിട്ട് മനസ്സിലിങ്ങനെ കിടക്കുകയായിരുന്നു. അതിനൊരു ഉത്തരമായിട്ട് ഈ കഴിഞ്ഞ ഈ ഒരു 6 ദിവസം കൊണ്ട് ഹൃദയത്തിലേക്ക് തമ്പുരാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നീ പോയി എല്ലാവരോടും പറഞ്ഞുകൊള്ളുക. അതിനുള്ള ധൈര്യവും അതിനുള്ള അഭിഷേകവും എല്ലാം ഈ ദിവസങ്ങളിൽ ഈ ഒരു മിസ്സിയോയുടെ ഈ ഒരു പരിപാടിയിൽ നിന്ന് കിട്ടി. ഇപ്പോൾ നമുക്കൊരു ബോധ്യമായി, നമുക്കൊരു ഫോക്കസായി. കാരണം ഇനിയുള്ള കാലം എന്താണ് നമ്മളിൽ നിന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഫോക്കസോടുകൂടി ഇനി മുന്നോട്ട് പോകാനുള്ള എല്ലാം തന്നെ ലഭിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ
ഇനി മുന്നോട്ട് പോകുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസരം തമ്പുരാൻ ഒരുക്കി തന്നതാണ്. കുറേ നാളുകളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഒരു 2-3 വർഷങ്ങളായി ഇതിനൊരു ടൈമും സമയവും കിട്ടാനായിട്ട്. അത് കറക്റ്റായിട്ട് കിട്ടി, അത് വന്നു. സന്തോഷത്തോടെ ഇന്ന് ഇത് അവസാനിക്കുമ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഒരു ഭവനത്തിൽ നിന്ന് ഈ ടീമിനോട് ഒരുമിച്ച് നിന്ന് പഠിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ദൈവത്തിന് സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ അനൂപ മോനിക്ക, പള്ളൂർത്തി സെയിൻറ്റ് അഗസ്റ്റിൻ കോൺവെൻറ്റിൽ നിന്നാണ് ഞാൻ മിസിയോ ഭവനിലേക്ക് വരുന്നത്. മിസിയോ ഭവനിലേക്ക് വരുന്നതിന് മുൻപേ എന്താണ് ഈ ഒരു കോഴ്സ് എന്നോ എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നോ എനിക്കൊരു വ്യക്തതയില്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു 6 ദിവസത്തെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ദൈവരാജ്യം എന്താണെന്നും ദൈവം എങ്ങനെയാണ് എന്നെയും ഈ ലോകം മുഴുവനെയും സ്നേഹിക്കുന്നതെന്നും വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു ലക്ഷ്യം എൻ്റെ സഭയിൽ നിന്നും ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു മിഷണറി ആയിട്ട് എങ്ങനെ എനിക്ക് മറ്റുള്ളവരിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാമെന്ന ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് വന്നത്. തീർച്ചയായും ആ ലക്ഷ്യം എനിക്ക് സഫലീകരിക്കുവാൻ ഈ ഒരു കോഴ്സിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ദൈവരാജ്യം എങ്ങനെ പ്രഘോഷിക്കണമെന്നും ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നത് മറ്റുള്ളവരുമായി എങ്ങനെ പങ്കുവയ്ക്കാമെന്ന് ഈ ഒരു കോഴ്സിലൂടെ എനിക്ക് സാധിച്ചു. ഒത്തിരി മിസിയോയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ ഈ മിസിയോ സെൻറ്ററിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. എന്താണ് ഈ കരിഗ്മ എന്ന ഈ കോഴ്സ് എന്താണ്? ഞാൻ വർഷങ്ങളായി ഈ കരിസ്മാറ്റിക് ശുശ്രൂഷ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് ശരിക്കും ഈ കരിസ്മ എന്താണ് എന്നെനിക്കറിയില്ല. ഞാൻ പലരോടും ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പ്രകാരമാണ് ഞാൻ ഇവിടെ മിസിയോയിൽ എത്തുന്നത്. ഇനിമേ ഞാനിവിടെ ഒത്തിരി സന്തോഷപൂർവ്വമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരാഴ്ച ഇവിടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഇതുവരെ കണ്ടതും കേട്ടതുമല്ല എൻ്റെ വിശ്വാസം കുറച്ചും കൂടെ അത് ഫലപ്രദമായി ഉപയോഗിക്കണമെന്നുള്ളൊരു ബോധ്യം എനിക്ക് ലഭിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൻ്റെ പിന്നിൽ ഇവിടെ നമുക്ക് നന്നായി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്ന് നമ്മുടെ ഈ ബോധ്യങ്ങളിലേക്ക് വരുത്താൻ അത്രമാത്രം നല്ല ട്രെയിനിങ് ആണ് ഇവർ തരുന്നത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യവും നമ്മളെ പല വിഷയങ്ങളും ചോദിച്ച് പറഞ്ഞ് നമ്മളെ ഉത്തമ ബോധ്യം ഉണ്ടാക്കിയ ശേഷമാണ് ഈ കോമ്പൗണ്ടിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിടുന്നത്. ഇതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരു തികഞ്ഞ ഒരു കത്തോലിക്കനായിട്ടും ഈ ഒരു ബോധ്യങ്ങൾ കിട്ടാതെ എന്തൊക്കെയോ വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയുടെയും വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അന്ന് ഇന്നിപ്പം ദൈവകൃപയാൽ ഈ ഒരു കോഴ്സിൽ നിന്ന് 6 ദിവസത്തെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കൂടി ബോധ്യങ്ങൾ കിട്ടുകയും ആരോടെങ്കിലും ഈ ഞാൻ അനുഭവിച്ച സുവിശേഷം പറയണമെന്ന് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു. ഇനിവേ എനിക്ക് ഒരാളോടെങ്കിലും ഒരു സുവിശേഷം പറയണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. അതിലേക്ക് എനിക്ക് ഇത്രയും നല്ല മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ തന്ന ഇവിടുത്തോടെ ഉള്ള ഈ അധികാരികളോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഈ സഹോദരങ്ങളെ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. വീണ്ടും എന്നെ ഇതിലേക്ക് കൂടുതൽ എനിക്ക് പ്രോത്സാഹനം തരാനും എൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ ഇവർക്ക് സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിഷി മാത്യു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ ഒരു കോഴ്സിന് വരാൻ എൻ്റെ ഒരു ബന്ധുവാണ് എന്നെ നിർദ്ദേശിച്ചത്. ഞാൻ അതിനുവേണ്ടി വന്ന് ഇവിടെ വരുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു. അങ്ങനെ ഈ കോഴ്സിൻ്റെ 6 ദിവസം പൂർത്തിയാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ദൈവസ്നേഹത്തെയും ദൈവരാജ്യത്തെക്കുറിച്ചും എല്ലാം എനിക്ക് നല്ലപോലെ അറിവ് പകർന്നു തന്ന ഈ ഒരു ടീമിൻ്റെ ആ സഹകരിച്ചുള്ള ആ ഒരു പ്രവർത്തനം എന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി തന്നു. എൻ്റെ മനസ്സിന് നല്ല സൗഖ്യമുണ്ടാക്കി തന്നു. ഞാൻ ഒരു പുതിയ വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഇതുപോലുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു സംരംഭത്തിലേക്ക് എനിക്ക് പോയി ഇതുപോലെ ഈ ടീമിലെ അംഗങ്ങൾ ചെയ്ത പോലെ
മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കണമെന്ന് എൻ്റെ മനസ്സ് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഒരു ദിവസം 1 or 2 പേരെയെങ്കിലും ഈ സുവിശേഷം അറിയിക്കണം എന്നെൻ്റെ മനസ്സ് അത്യധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ എൻ്റെ ഈ സുവിശേഷ ദൗത്യത്തിലേക്ക് കടക്കും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് അലൻ ജോയ് എബ്രഹാം. ഞാൻ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നൊരു സ്ഥലത്ത് വരുന്നു. ഞാനിവിടെ 6 ദിവസത്തെ കരിക്മ എന്ന കോഴ്സ് കൂടാനാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം കരിക്മ എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും എനിക്ക് സാധിച്ചു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഒരു സാധാരണ വ്യക്തിയായി ജീവിതം കടത്തിവിട്ടിരുന്ന എന്നിൽ നിന്ന് ഒരു കൂട്ടായ്മയിലായിരിക്കാനും അതിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും അത് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പാക്കേജ് എന്നുള്ള രീതിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാനിവിടെ വന്നത് ഒരു 6 ദിവസത്തെ കോഴ്സ് കൂടാനാണെങ്കിലും ആ 6 ദിവസത്തെ കോഴ്സ് കൊണ്ട് അത് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ആദ്യ പടി എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം പഠിച്ചത് കൊണ്ട് ഞാനെന്ന വ്യക്തി ഒരു ദിവസം ഒരാളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണെന്ന് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ജെറീന. ഞാൻ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് ഓഫ് ദ മോസ്റ്റ് ഹോളി അനൗൺസിയേഷൻ എന്ന കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററാണ്. ഇവിടെ 6 ദിവസത്തെ മിസ്സിയോ കോഴ്സിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എങ്ങനെ സുവിശേഷ പ്രഘോഷണം അതിൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിനെ എങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായി ഒരു സാധാരണ വ്യക്തിയിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കിവിടെ നിന്ന് ലഭിക്കുകയുണ്ടായിരുന്നു. നിങ്ങളും സുവിശേഷ വേലയ്ക്കായി ദാഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു കോഴ്സ് തന്നെയാണ് ഈ മിസ്സിയോ കോഴ്സ്. അതുപോലെ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തികളുടെയും പ്രധാന കടമയാണ് ഈ സുവിശേഷ വേലയെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളേവരെയും ഈ ഒരു കോഴ്സിലേക്ക് കൃത്യമായി ക്ഷണിക്കുന്നു. ഞാൻ നാൻസി ബോബൻ, മുതലപ്പടം സെയിൻറ്റ് ജോർജസ് ഫൊറാന ചർച്ച് ഇടവകയിൽ നിന്നുമാണ് വരുന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അവിടെ കരിക്മയുടെ ഒരു കോഴ്സ് നടത്തുകയുണ്ടായി. എനിക്ക് അതിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. കോഴ്സ് കംപ്ലീറ്റായിട്ട് അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ കോഴ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കരിക്മ എന്താണെന്ന് മനസ്സിലായി. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലുവാനോ അതിനെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും നവംബർ മാസം 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മിസ്സിയോ ഭവനിൽ വെച്ച് നടത്തിയ റെസിഡൻഷ്യൽ കോഴ്സിൽ പങ്കെടുക്കാനാണ് വന്നത്. ആ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ കരിക്മയെക്കുറിച്ചും സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചും എനിക്ക് വളരെ അഗാധമായൊരു ഉൾക്കാഴ്ചയുണ്ടായി. സുവിശേഷ പ്രഘോഷണം എൻ്റെ ഏക ദൗത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സ്വർഗഭാഗ്യവും നിത്യസൗഭാഗ്യവും ലക്ഷ്യമാക്കി നാം മുന്നോട്ട് നീങ്ങണം, ജീവിക്കണം. അതിന് എന്നെ പ്രാപ്തയാക്കണമെങ്കിൽ ഞാൻ സുവിശേഷ പ്രഘോഷണം ആത്മാർത്ഥമായി തന്നെ ചെയ്യണമെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. സുവിശേഷ പ്രഘോഷണം ചെയ്തില്ലെങ്കിൽ എൻ്റെ ജീവിതം ദുരിതമാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ത്രസ്യാമ്മ ജോസഫ്. കരിമേക്കുളം പള്ളി ഇടവാംഗമാണ് ഞാൻ. എന്നെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഞങ്ങളുടെ ഇടവാംഗമായ ടോമിച്ചൻ്റെ നേതൃത്വത്തിലാണ് എനിക്കിവിടെ വരാൻ കിട്ടിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ കൂട്ടായ്മയെക്കുറിച്ചും ഇവിടുത്തെ ആ കൂട്ടായ്മയിൽ ഒന്നിച്ചുള്ള ആ സ്നേഹത്തെക്കുറിച്ചും എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ 35 ക്ലാസ്സുകളാണ് എനിക്ക് ഈ കൂട്ടായ്മയിൽ കിട്ടിയത്. ആ ക്ലാസ് കിട്ടിയത് വഴി എനിക്ക് മറ്റുള്ളവരോട് ഇറങ്ങി ചെയ്യാനുള്ള മറ്റുള്ളവരോട് ഒരു പരിശുദ്ധാത്മാവെന്നിലേക്ക് വന്ന നല്ല ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കൃപ കിട്ടി. ദൈവസ്നേഹമാണല്ലോ നമ്മുടെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. ദൈവസ്നേഹത്തിൽ വളരാനും കൂട്ടായ്മയിൽ വളരാനും രക്ഷകനായി നമ്മുടെ ദൈവത്തെ ഏറ്റുപറയാനുള്ള കൃപ എനിക്ക് തന്നതിനോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു റിട്രീറ്റ് കൂടണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, ചേച്ചിക്ക് നല്ലതാണ് അവിടെ പോയി കൂടുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു.
ഇവിടെ ഏകദേശം 6 ദിവസത്തെ കോഴ്സായിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചും നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ചും രക്ഷ എങ്ങനെ കൈവരിക്കാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെ സ്വീകരിക്കാം, സ്വർഗഭാഗ്യവും നിത്യജീവനും നമുക്കെങ്ങനെ കൈവരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു. ഇതുവരെ എനിക്ക് കിട്ടാത്ത ഒത്തിരി ക്ലാസ്സുകൾ എനിക്കിവിടെ നിന്ന് കിട്ടി. കുറേ കൂടി ഈശോയെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഈ ഒരു അന്തരീക്ഷം എല്ലാത്തിനും പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു. ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഈ ക്ലാസ്സുകൾ ഞങ്ങൾ കൂടി. എനിക്ക് കുറേ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒരു ചേച്ചിയും ഒരുപാട് ആൾക്കാരെയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് അരുൺ ബെന്നി എന്നാണ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട അടുത്ത് ചേന്നാട് എന്ന സ്ഥലത്തു നിന്നാണ്. നമ്മുടെ ഈ കോഴ്സ് ഒരു 6 ദിവസത്തെ കോഴ്സായിരുന്നു. ഈ കോഴ്സിൽ ആദ്യം തന്നെ നമുക്ക് വരുന്ന ദിവസം തന്നെ കുമ്പസാരിക്കാൻ സാധിച്ചു. അതിലൂടെ നമുക്ക് തന്നെ ഒരു ഉണർവാണ് നൽകുന്നത്. ഈ ക്ലാസ് നമുക്ക് ഒരു PPT സ്ലൈഡ് പോലെ വളരെ സിമ്പിളായിട്ടാണ് ഇവരെല്ലാവരും നമുക്ക് എടുത്തു തരുന്നത്. അതുകൊണ്ട് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അതിൽ ബോധ്യത്തോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ അംഗങ്ങളും നമ്മളെ ഒരുപോലെ ഒരു കുടുംബമായാണ് നമ്മൾ ജീവിച്ചത് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണമാണെങ്കിലും താമസമാണെങ്കിലും എല്ലാം നമുക്കൊരു നല്ല സൗകര്യമായിരുന്നു. നല്ല രീതിയിൽ ഇൻട്രസ്റ്റോടെ ക്ലാസ് എടുത്ത് നമുക്ക് മുന്നോട്ട് ജീവിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ്റെയും കർത്താവായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള സമർപ്പണ പ്രാർത്ഥന, യേശുവിനെ ജീവിതത്തിൻ്റെ നാഥനായി ക്ഷണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മനായുള്ള പ്രാർത്ഥന. അപ്പം നമ്മൾ എല്ലാ തരത്തിലുമുള്ള ആ പ്രാർത്ഥനാ ജീവിതം, പിന്നെ പേഴ്സണൽ പ്രയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോട്ടയത്തേക്ക് എത്രയോ വണ്ടി, ഞാൻ ഇന്നാളും കൂടി കോട്ടയത്ത് പോയി വന്നിട്ടുണ്ട്. ആ വണ്ടി അവിടെ നിന്ന് അടുത്ത ബസ് സ്റ്റാൻഡിൽ പോയാൽ വണ്ടി അങ്ങനെ വരും. ചിലപ്പോൾ 1/2 മണിക്കൂറൊന്നും നിൽക്കേണ്ടി വരും. എന്നാലെന്താ കുഴപ്പം? അരമണിക്കൂർ വെക്കുമ്പോൾ എനിക്ക് സീറ്റൊക്കെ കിട്ടും. അല്ലെങ്കിൽ ആരോടും പറഞ്ഞാൽ എനിക്ക് സൈഡിലൂടെ ഇരുന്നൂടെ. ഞങ്ങൾ ഈ 10 മക്കളെ വീട്ടിലുള്ള ദൈവമക്കളെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മക്കളുള്ളവരാണ്. കൃപയിലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഗലാത്യർ 2:16 എഴുതിയിരിക്കുന്നു. നിങ്ങൾ വായിച്ച് എന്നിരിക്കലും ഇന്നത്തെ അനുഷ്ഠാനത്തിലൂടെയല്ല എന്തെന്നാൽ ഒരു നിയമം അനുഷ്ഠിക്കുന്നതോട് ഒരേ ഇതിനകത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ തമ്പുരാന് വിട്ടുകൊടുക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് കിട്ടിയവൻ അവൻ അലസരായിട്ടില്ല. അവന് സാധ്യതകളുണ്ടായിരുന്നു.
അവർ ചെറുതാണെങ്കിലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ തനിക്ക് കിട്ടിയതിൽ നിന്ന് എങ്ങനെ വളരാനായിട്ട് സാധിക്കുമെന്ന് ചിന്തിക്കാതെ അവൻ അലസനായിരുന്നത് കൊണ്ടാണ് അവന് ഒന്നും നേടാനായിട്ട് സാധിക്കാതെ പോയി. നമ്മുടെ ജീവിതത്തിലൊക്കെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യല്ലേ. പ്രബോധനത്തിന്റെ എല്ലാം ലക്ഷ്യം എന്താ? എനിക്കൊന്ന് സന്തോഷിക്കണം അല്ലേ? എനിക്ക് സന്തോഷം വരുന്നത് എപ്പോഴാണ്? ദൈവത്തിന്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകുമ്പോൾ. നമുക്ക് കേട്ടാലല്ലേ വൃത്തിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൃത്യത്തരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കോഴ്സ് കൂടാനുള്ള പ്രിപ്പറേഷനാണ് ഇതുവരെ നടത്തിയെന്ന് പറയുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് കുമ്പസാരവും സമർപ്പണവും. അത് വരുമ്പോഴാണ് നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുക. ഇതുണ്ടാകാതെ ഇനി എത്ര ഭംഗിയായിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാലും ശരിയാവില്ല. ഇനി ആർക്കെങ്കിലും ഇടയ്ക്കൊന്ന് കുമ്പസാരിക്കുന്ന അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് തന്നെ അവരുടെ കൂടെ ഒരു കാസർഗോഡ് ചുമകാർക്ക് ആദിമസഭയിൽ പ്രവർത്തന നിരതമായി ഇന്ന് നമ്മുടെ തിരുസഭയിലും പരിശുദ്ധമായ പ്രവർത്തനം